ഏരിയയിൽ വെക്കണ ഫുഡ് പറയാണ്ട് നമ്മൾ അങ്ങ് അട്ടപ്പാടി വരെ പോവാണേ. തലേക്ക് പുറത്തിട്ട് എസ്തെറ്റിക് വീഡിയോ എടുക്കുമ്പോഴാണ് റൂമിന്റെ ആംബിയൻസ് കണ്ടപ്പോ 2 ഫോട്ടോ ഞാൻ അയച്ചു. ഫുഡ് ഉണ്ടാക്കണേൽ ആർക്കും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ സാധനങ്ങൾ വേണ്ടി ഇവന്റെ വിചാരം വലിയ ഡോളിക്ക് ചാപ്രിയാണെന്ന്. അതിനിടയ്ക്ക് ഇവൻ കടന്ന് മോങ്ങുന്നു. എന്താന്ന് ചോദിച്ചപ്പോണ്ട് അല്ല ഇത് പിന്നെ പറയണ്ട, ഒരു അന്തമൊന്നുമില്ലാത്ത ഒരു അതിന്റെ ഇടയിൽ കൂടെ മുട്ട കൊണ്ട് പ്രോട്ടീൻ കയറ്റാൻ വന്ന ഒരുത്ത്. ഇത് റംഷു ഒന്നും അറിയില്ലെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൽ ഒരു പരിധിയില്ല. മസാല ഒക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ചിക്കനെ കുറച്ചേരം സേഫ് ആക്കി. ഇതൊക്കെ കാണുമ്പോൾ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ തോന്നും. എന്നാ തന്നെ കറിക്ക് വെള്ളം ഒഴിച്ചത് പോരാത്തോണ്ട് ശാമം കുറച്ച് വെള്ളം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പണി തരുന്നത് പോരാത്തോണ്ട് ചട്ടിക്ക് വരെ പണി കൊടുത്തു. അതിന് ഞാൻ പോയി കുപ്പായൊക്കെ മാറ്റി വന്നപ്പോഴേക്കും ചിക്കൻ റെഡി ആക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷെ കഴിക്കരുത്. 1000 പുട്ടോടിക്ക് അരമുറി തേങ്ങ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അരപ്പേറ്റ് കച്ചമ്പറിന് 1000 പൊടി ഉപ്പൊന്നും കേട്ടില്ലല്ലോ. ചിക്കൻ കൊണ്ട് എന്തൊക്കെ കാട്ടുന്നാണ് ഈ പറയുന്നത്. ഇത് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് മെയിനാവാൻ നോക്കാണ് ഞാൻ. ഇതിനും സമയക്കാത്ത ഒരു മൈൻഡ്. ഇനിയാണ് മെയിൻ താരം. ചോറ് വയ്ക്കേണ്ടി വരും, ഉപ്മാവ് വയ്ക്കേണ്ടി വരും നമുക്ക് കണ്ടറിയാം. ശ്യാമം പിന്നെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും വീഡിയോക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത പറഞ്ഞ് സെറ്റാക്കി തരും. അങ്ങനെ നമ്മൾ ചോറിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ട് സെറ്റാക്കിയോടെ വെച്ച് അപ്പത്തിന് റംഷയോടെ ചില്ലിയുടെ പരിപാടി തുടങ്ങി. സംഭവം കാണാൻ നല്ല രസമുണ്ടെങ്കിലും കഴിച്ചു നോക്കിയപ്പോൾ 5 വയസ്സൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ എല്ലാവരും കാട്ടുന്ന പോലെ ഫുഡ് ആസ്വദിക്കാൻ ഒരു വീഡിയോ ഉണ്ട് കാച്ചി. ഇത് പിന്നെ വീഡിയോക്ക് വേണ്ടി കാട്ടിക്കൊണ്ടാണ് ഇതൊക്കെ. ഉച്ചോട്ട് എല്ലാവരും ഇന്ത്യ പിന്നാലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെസ്റ്റ് പണ്ടാറങ്ങിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടി വെച്ചാൽ കണ്ടാക്കി. പിന്നെ നമ്മൾ ബാത്റൂമിൽ നിന്ന് നീട്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരെ. അപ്പൊ ഓക്കെ ബൈ.